നമസ്കാരം. JCFന്റെ പുതിയ റിപ്പോർട്ട് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കോഡിംഗ് ഒട്ടും അറിയാതെ തന്നെ ആധുനിക AI ടൂളുകൾ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ബിസിനസ് എങ്ങനെ കെട്ടിപ്പടുക്കാം, എങ്ങനെ വളർത്താം എന്ന് നമുക്കിന്ന് വിശദമായി നോക്കാം. ശരി, നമുക്കിതിലേക്ക് നേരിട്ട് കിടക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബിസിനസ് 24 മണിക്കൂറും, അതായത് ആദ്യത്തെ വെബ് ഡിസൈൻ മുതൽ ദൈനംദിന കാര്യങ്ങൾ വരെ മുഴുവനായും ഒരു AI തനിയെ ചെയ്തു തന്നാലോ? എന്തൊരു കിടിലനാശയമാണിതല്ലേ? എല്ലാം നിർമ്മിച്ച് പൂർണ്ണമായും ഓപ്പറേറ്റ് ചെയ്ത് നൽകുന്ന ഒരു സംവിധാനം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ നമ്മുടെ സംരംഭക യാത്രയിലെ ഒന്നാം ഘട്ടം, ബിൽഡ് ഫേസ് അഥവാ നിർമ്മാണഘട്ടം, ഗൂഗിൾ ആന്റി-ഗ്രാവിറ്റി 2.0. ഗൂഗിൾ I/O സമ്മിറ്റിൽ ഈയടുത്ത് അവതരിപ്പിച്ച ഈ വിപ്ലവകരമായ ടൂൾ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ നിലവിലുള്ള വമ്പന്മാരായ ക്ലൗഡ് കോഡ്, OpenAI, കോഡെക്സ് എന്നിവയ്ക്ക് ശരിക്കും ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ആന്റി-ഗ്രാവിറ്റി 2.0 ഉയർത്തുന്നത്. ഈ മുൻനിര ടൂളുകളെപ്പോലും ബഹുദൂരം പിന്നിലാക്കുന്ന തരത്തിലാണ് ഇതിന്റെ വരവ്. അതെ, 4 ജെമിനി 3.5 ഫ്ലാഷ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതുകൊണ്ട് ഗൂഗിൾ ആന്റി-ഗ്രാവിറ്റി 2.0ക്ക് അതിന്റെ എതിരാളികളെക്കാൾ കൃത്യം 4 ഇരട്ടി വേഗതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേഗതയുടെ കാര്യത്തിൽ ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ് കേട്ടോ. സെക്കൻഡിൽ 800 ടോക്കണുകൾ. അത്രമാത്രം വേഗത്തിലാണിത് വലിയ ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ സ്പീഡ് കേൾക്കുമ്പോൾ ഇതൊരു വാവ് മൊമെന്റ് തന്നെയല്ലേ? ഇതിലെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഒറ്റപ്പെട്ട പ്രോഗ്രാമല്ല. നിരവധി AI ഏജന്റുകൾ ഒരു ടീം പോലെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഒരു ഏജന്റ് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് നിർമ്മിക്കുമ്പോൾ മറ്റൊരാൾ ബാക്ക് എൻഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതേസമയം തന്നെ മൂന്നാമതൊരാൾ അതിലെ ബഗ്സൊക്കെ പരിഹരിക്കുന്നു. എല്ലാം ഒരേ സമയം വളരെ കൃത്യതയോടെ നടക്കും. ഇവിടെയാണ് നമ്മളെപ്പോലുള്ളവർക്ക് ഏറ്റവും വലിയ ആശ്വാസം കിട്ടുന്നത്. കോഡിംഗ് ഒട്ടും അറിയില്ലെങ്കിലും ഇനി കുഴപ്പമില്ല. നിങ്ങൾക്ക് ലളിതമായൊരു ചാറ്റ് ബോക്സിലൂടെ നിർദ്ദേശങ്ങൾ നൽകാം, അല്ലെങ്കിൽ നിലവിലുള്ളൊരു വെബ്സൈറ്റിന്റെ ലിങ്ക് മാത്രം കൊടുത്താൽ മതി. പൂർണ്ണമായും അത് മാറ്റിയെഴുതാൻ ഇതിന് കഴിയും. അപ്പോൾ കോഡിംഗ് അറിയാത്തവർക്കും ഈ വലിയ പവർ ഇപ്പോൾ സ്വന്തമാണ്. ഇനി നമുക്ക് ഈ സ്കിൽ ഉപയോഗിച്ച് എങ്ങനെ ശരിക്കും പണമുണ്ടാക്കാമെന്ന് നോക്കാം. അതാണ് രണ്ടാം ഘട്ടം, മോണിറ്റൈസേഷൻ. അതായത് ബോറിംഗ് എന്ന് നമ്മൾ വിളിക്കുന്ന വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് പാസീവ് ഇൻകം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ ലളിതമായ ചില ആശയങ്ങൾ ഞാൻ പറയാം. യെസ് ഓർ നോ, വീൽ സ്പിന്നർ, വേർഡ് അൺസ്ക്രാംബ്ലർ തുടങ്ങിയവ. കേൾക്കുമ്പോൾ വളരെ ലളിതമാണെങ്കിലും ഇതിന് വലിയ ഡിമാൻഡുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ Z അഥവാ ജെൻ Z പിള്ളേർക്കിടയിൽ വമ്പൻ ട്രെൻഡിംഗ് ആയ പ്രൊഫൈൽ പിക്ചർ അഥവാ PFP ജനറേറ്ററുകൾക്ക് വലിയൊരു മാർക്കറ്റാണുള്ളത്. ഈ ലളിതമായ സൈറ്റുകൾ എത്രമാത്രം പണമുണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. മാസം $50,000 മുതൽ $2.5 ലക്ഷം വരെ. നമ്മൾ ബോറിംഗ് എന്ന് വിചാരിക്കുന്ന സൈറ്റുകളാണ് ഇത്രയും വലിയ തുക ഉണ്ടാക്കുന്നത്. അപ്പോ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ വരുമാന മാതൃക വളരെ ലളിതമാണ്. ആദ്യപടിയായി ഹോസ്റ്റിംഗർ, കിറ്റിൽ തുടങ്ങിയവ ഉപയോഗിച്ച് സൈറ്റ് നിർമ്മിക്കുന്നു. രണ്ടാമതായി പിൻട്രസ്റ്റ് വഴി അവിടേക്ക് ട്രാഫിക് കൊണ്ടുവരുന്നു. അവസാനമായി ഗൂഗിൾ ആഡ്സെൻസ് ഉപയോഗിച്ച് ഈ വരുന്നവരെ പണമാക്കി മാറ്റുന്നു. ഇത്രയുള്ളൂ പരിപാടി. ഇനി നമ്മൾ ബിസിനസ് ലൈഫ് സൈക്കിളിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പോവുകയാണ്, വളർച്ചാഘട്ടം. ഇവിടെ ലോക്കൽ SEOയ്ക്ക് വേണ്ടി നമ്മൾ ക്ലോഡിനെയാണ് ഉപയോഗിക്കുന്നത്. കസ്റ്റമേഴ്സ് നിങ്ങളെ ഗൂഗിളിൽ എങ്ങനെ കൃത്യമായി കണ്ടെത്തുന്നു എന്നതാണ് ഇവിടെ വിഷയം. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലോഡ് ഒരു മനുഷ്യനെപ്പോലെ തന്നെ പ്രവർത്തിക്കും. ഇതിലെ കമ്പ്യൂട്ടർ കൺട്രോൾ ഫീച്ചർ വഴി ക്ലോഡിന് നിങ്ങളുടെ ബ്രൗസർ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയും. ഗൂഗിൾ മാപ്സ് വഴി അത് തനിയെ സെർച്ച് ചെയ്യുകയും നിങ്ങളുടെ എതിരാളികൾ ഏതൊക്കെ കാറ്റഗറികളിലാണ് റാങ്ക് ചെയ്യുന്നതെന്ന് ശരിക്കും സ്പൈ ചെയ്യുകയും ചെയ്യും. വെറുതെ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമല്ല ക്ലൗഡ് ചെയ്യുന്നത്. ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ അത് തനിയെ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൂടുതൽ ആകർഷകമാക്കും. പോരാത്തതിന് ഓരോ നഗരത്തിനും അനുയോജ്യമായ പ്രത്യേക വെബ് പേജുകൾ നിർമ്മിച്ച് നിങ്ങളുടെ ബിസിനസ് തനിയെ വലുതാക്കാനും ഇതിന് സാധിക്കും. അങ്ങനെ നമ്മൾ ബിസിനസിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒന്ന് മാറി നിന്നിട്ട് കാര്യങ്ങൾ ഒരു AI ഏജന്റിനെ ഏൽപ്പിക്കാൻ പോവാണ്. നാലാം ഘട്ടം, മാനേജ്മെന്റ് ഫേസ്, ക്രിയോ AI ഏജന്റ്. ഇതൊരു സാധാരണ ചാറ്റ്ബോട്ട് അല്ല കേട്ടോ. വിപണിയിലെ പുതിയ ട്രെൻഡുകൾ റിസർച്ച് ചെയ്യാനും അവ ഗൂഗിൾ ഷീറ്റിൽ കൃത്യമായി രേഖപ്പെടുത്താനും ക്രിയോയ്ക്ക് സാധിക്കും. ഇതുകൂടാതെ ഗൂഗിൾ ഡ്രൈവ്, നോഷൻ, ഷോപ്പിഫൈ തുടങ്ങിയ നിങ്ങളുടെ മറ്റു ടൂളുകളുമായി ഇതിലെ നേരിട്ട് കണക്ട് ചെയ്യാനും കോംപ്ലക്സായ ബിസിനസ് കാര്യങ്ങൾ മുഴുവനായി ഓപ്പറേറ്റ് ചെയ്യാനും ഇതിന് കഴിയും. അതുകൊണ്ട് ഇവിടെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾക്ക് ക്രിയോയെ
നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കനുസരിച്ച് ചെറിയ മിനി ആപ്പുകളായി മാറ്റാം. അതായത് ഓരോ ആഴ്ചയും നിശ്ചിത സമയത്ത് തനിയെ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾക്കിതിനെ ഷെഡ്യൂൾ ചെയ്യാം. നിങ്ങളുടെ ഒരിടപെടലും ഇതിനാവശ്യമില്ല. എല്ലാം ഫുൾ ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ആദ്യത്തെ AI ജീവനക്കാരനെ ജോലിക്കെടുക്കാൻ നിങ്ങളിപ്പോൾ തയ്യാറാണോ? ഇനിയും കാത്തിരിക്കാതെ കോഡിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഈ സൂപ്പർ ടൂളുകൾ ഉപയോഗിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താൻ തുടങ്ങുക. JCFന്റെ ഈ കിടിലൻ ആശയങ്ങൾ വിശദീകരിക്കുന്ന അനാലിസിസിൽ പങ്കെടുത്തതിന് വലിയൊരു നന്ദി.